ഇന്ന് നമ്മൾ കാണുന്നത് മാമലക്കണ്ടം എന്ന വനത്തിലെ ഒരു ഗ്രാമത്തിലെ വിശേഷങ്ങളും ഇവിടെയുള്ള ഒരു വ്യത്യസ്തമായ സർക്കാർ സ്കൂളുമാണ്. നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇവിടെ കണ്ടു കാണുമെന്ന് എനിക്കറിയാം. എന്നാലും നമ്മളുടെ ചാനലിൽ കൂടെ ഒന്നുകൂടെ കണ്ടാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഈ പോകുന്ന വഴിയിൽ റോഡ് ഒഴിച്ച് ബാക്കിയെല്ലാം കാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാട്ടിലൂടെയാണ് ഈ യാത്ര ചെയ്യുന്നത്. ഒരു പ്രത്യേക ഫീലാണ് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ. കാടും മരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇതിലൂടെ യാത്ര എക്സ്പീരിയൻസ് ചെയ്യണം. പോകുന്ന വഴികളിൽ ചെറിയ അരുവികൾ, വെള്ളച്ചാട്ടങ്ങളൊക്കെയുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വൈൽഡ് ആനിമൽസിനെയും കാണാൻ ചാൻസസ് ഹൈ ആണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചായിരിക്കണം നമ്മളുടെ യാത്രകളും. നമ്മൾ അങ്ങനെ പോകുമ്പോഴാണ് റോഡിൻ്റെ സൈഡിൽ ഒരു അരുവി കണ്ടത്. ഞങ്ങൾ വണ്ടി നിർത്തി അങ്ങോട്ടേക്ക് നടന്നു. വളരെ തണുത്ത വെള്ളം. ഇവിടെ നിന്ന് ആന പോയിട്ട് കുറച്ച് സമയമായുള്ളൂ എന്ന് തോന്നുന്നു. അധികം ഉണങ്ങാത്ത ആനപ്പിണ്ടമെല്ലാം ഇവിടെ കാണാനുണ്ട്. എന്തായാലും കുറച്ച് സമയം അവിടെ നിന്ന് അരുവിയുടെ ഭംഗിയെല്ലാം ആസ്വദിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര ആരംഭിച്ചു. വീണ്ടും കാടിനുള്ളിലൂടെയുള്ള യാത്ര. എങ്ങും പച്ചപ്പ്. ഇടയ്ക്ക് ഓരോ വണ്ടികളൊക്കെ ഒഴിച്ചാൽ തികച്ചും വിജനമായ റോഡ്. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ നിന്ന് 32 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് മാമലക്കണ്ടം. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 1200 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമത്തിലെ ഒരു സർക്കാർ സ്കൂൾ ചില വ്ളോഗർമാർ ചേർന്ന് അതിൻ്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഈ ഗ്രാമം കോതമംഗലം താലൂക്കിലെ അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറി. ഇപ്പോൾ ഒരുപാട് വിനോദസഞ്ചാരികൾ ഈ ഗ്രാമത്തിലേക്ക് വരുന്നുണ്ട്. സർക്കാർ സ്കൂൾ എന്ന് കേൾക്കുമ്പോൾ നെറ്റിച്ചുളിക്കുന്ന ഈ കാലത്ത് ഒരു സർക്കാർ സ്കൂൾ സെലിബ്രിറ്റി ആയാലോ? അതാണ് നമ്മുടെ മാമലക്കണ്ടം സ്കൂൾ. പ്രകൃതി ഭംഗി കൊണ്ട് പ്രസിദ്ധമാണ് ഈ സ്കൂൾ. സ്കൂളിന് 4 വശം മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചുറ്റും പച്ചപ്പ് നിറഞ്ഞ വിദൂര കാഴ്ചകളാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എത്ര സമയം നോക്കി നിന്നാലും മടുക്കാത്ത പ്രകൃതി ഭംഗി. സ്കൂളിൻ്റെ അവിടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ വീണ്ടും യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെയായി ചെറിയ വീടുകളൊക്കെ കാണാം. ചെറിയ ഒരു ഗ്രാമം.
അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഒരു ചെറിയൊരു ചായക്കട കണ്ടു. ഞങ്ങൾ അവിടെ കയറി ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കണ്ടിട്ടുള്ള തരത്തിലൊരു ചെറിയൊരു ചായക്കട. ഒരു ചേച്ചിയാണിത് നടത്തുന്നത്. തികച്ചും നാടൻ വിഭവങ്ങൾ കിട്ടുന്ന ഒരു കട. നല്ല ടേസ്റ്റായിരുന്നു ഇവിടുത്തെ ഫുഡിനും. ചിലയിടങ്ങളിലൊക്കെ റോഡ് കോൺക്രീറ്റ് ചെയ്തതാണെങ്കിൽ പോലും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. വണ്ടിക്കെല്ലാം പോകാനായിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും നമുക്ക് ഈ കാട്ടിലെ മരങ്ങളും ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്തുള്ള യാത്രയാകുമ്പോൾ ആ റോഡിൻ്റെ ബുദ്ധിമുട്ടൊന്നും നമ്മൾ നോക്കില്ല. മുഴുവനും നമ്മൾ ആസ്വദിച്ച് തന്നെ നമുക്ക് പോകാനായിട്ട് കഴിയും. ഇടുക്കി ദേവികുളം താലൂക്കിൽപ്പെട്ടിരുന്ന ഈ സ്ഥലങ്ങൾ ഇപ്പോൾ എറണാകുളത്തെ കോതമംഗലം താലൂക്കിലാണ്. എന്നിരുന്നാലും ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ നമുക്ക് ഇടുക്കി താലൂക്കും ഇടുക്കിയിലെ ഭൂപ്രദേശങ്ങളുമായിട്ടാണ് ഈ പ്രദേശങ്ങൾ കൂടുതൽ സാമ്യതയുള്ളത്. 1997 ഈ ദേവികുളം താലൂക്കിൽപ്പെട്ടിരുന്ന ഈ കുട്ടമ്പുഴ പ്രദേശവും മാമലക്കണ്ടവും എല്ലാം എറണാകുളത്തെ കോതമംഗലം താലൂക്കിലേക്ക് മാറ്റിയത്. അങ്ങനെയാണ് ഇടുക്കി ജില്ലയ്ക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്നുള്ള പേര് നഷ്ടമായത്. കുറച്ച് നാളത് അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം കുട്ടമ്പുഴ പഞ്ചായത്തിലെ കുറച്ച് ഗ്രാമങ്ങളെല്ലാം വീണ്ടും ഇടുക്കി ജില്ലയിലേക്ക് മാറ്റുകയും ഇപ്പോൾ പിന്നെയും ഇടുക്കി ജില്ല തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി അറിയപ്പെടുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് ആമലക്കണ്ടത്തെ കാട്ടുവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അധികം വൈകാതെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം.